ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ നോബിൾ ഗ്യാസ് എന്ന് നോക്കാം. ഹീലിയം ഒരു നോബിൾ ഗ്യാസാണ്. പക്ഷേ ഇതിന് ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. കാരണം ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. എന്നാൽ ബാക്കിയുള്ള ഉത്കൃഷ്ടവാതകങ്ങളെല്ലാം എന്താണ് ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമുണ്ട്. അതുകൊണ്ട് അവ സ്ഥിരതയുള്ളവരാണ്. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ ഓൾറെഡി സ്റ്റാബിളാണ്. കാരണം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വീതമുണ്ട്. എന്നാൽ മറ്റു മൂലകങ്ങൾ, മറ്റ് എലമെൻസിന് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഇല്ല. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന സോഡിയം തന്നെ. സോഡിയത്തിൻ്റെ കേസിൽ 2, 8, 1. അപ്പോൾ ഇവിടെ 1 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോണാണ് വേണ്ടത്, പക്ഷേ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണാണ്. ക്ലോറിൻ്റെ കേസിലാണെങ്കിലോ 2, 8, 7 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിൽ. അപ്പോൾ ഈ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരണം എങ്കിൽ മാത്രമേ ഈ 2 എലമെൻസും സ്റ്റാബിൾ ആവുള്ളൂ, അതായത് സ്ഥിരത ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് മറ്റ് മൂലകങ്ങളുമായിട്ട് തന്മാത്രകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ബന്ധനത്തെയാണ് നമ്മൾ രാസബന്ധനം അഥവാ കെമിക്കൽ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ആറ്റങ്ങൾ തമ്മിൽ ബോണ്ടിങ്ങിലൂടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രോണുകളെ നൽകിക്കൊണ്ടായിരിക്കും ഒരു പക്ഷേ, അതിനെയാണ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട്, നൽകിക്കൊണ്ടായിരിക്കും ഇങ്ങനെ തന്മാത്രകൾ ഉണ്ടാകുന്നത്. മറ്റൊരു രീതിയിൽ പറയാം, റിസീവ് ചെയ്തുകൊണ്ടായിരിക്കും. ഒരാൾ നൽകുമ്പോൾ രണ്ടാമത്തെ ആറ്റം അതെന്തിനെ സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ ബോണ്ടിങ് നടന്നാൽ അതിനെയാണ് നമ്മൾ അയണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്, അതായത് അയോണിക ബന്ധനം എന്ന് പറയുന്നു. ഇലക്ട്രോണുകളെ നൽകുക വാങ്ങുക എന്ന രീതിയിൽ നടക്കുന്നവയാണ് അയോണിക ബന്ധനം. എന്നാൽ ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സോഡിയത്തിന് നമുക്കറിയാം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോണാണ്. അപ്പോൾ ഞാനതിൻ്റെ ബോർ ആറ്റം മാതൃകയാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ദെൻ ബാഹ്യതമ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ 1 ഇലക്ട്രോണിനെ നൽകി കഴിഞ്ഞാൽ ഈ സോഡിയത്തിന് സ്ഥിരത കൈവരും. ഇനി ക്ലോറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലോറിൻ്റെ ബോർ മാതൃകയാണ് വരയ്ക്കുന്നത്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. നമുക്കറിയാവുന്ന 2, 8, 7 ആണ് അല്ലേ, 7 ഇലക്ട്രോൺ. ഇപ്പോൾ സോഡിയത്തിന് 1 ഇലക്ട്രോൺ, ക്ലോറിന് 7 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ളത്. അത് 8 തീരാൻ വേണ്ടിയിട്ട് സോഡിയം ഈ 1 ഇലക്ട്രോണിനെ ഇങ്ങോട്ട് നൽകുന്നു. അപ്പോൾ സോഡിയത്തിന് എന്ത് ലഭിക്കും, ഒരു പോസിറ്റീവ് ചാർജ് ലഭിക്കും. 1 ഇലക്ട്രോണിനെ നൽകിയത് കൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ്, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിച്ചത് കൊണ്ട് അതിന് ഒരു നെഗറ്റീവ് ചാർജും ലഭിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളതിനെ അയോണുകളുടെ ആകർഷണ ഫലമായിട്ടുണ്ടാകുന്ന തന്മാത്ര എന്ന രീതിയിൽ ഇങ്ങനെയാണ് എഴുതുന്നത്. അതായത് ഇവിടെ സോഡിയം അയോണാണ് രൂപപ്പെടുന്നത്, Na+ എന്ന അയോൺ രൂപപ്പെടുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിട്ട് എഴുതിയിട്ട് പുറത്ത് പ്ലസ് ചാർജ് രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം മാതൃക വരച്ചു. ശ്രദ്ധിക്കേണ്ടത് 2 ഷെല്ല് മാത്രമേ ഉള്ളൂ. 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് കൊണ്ട് മൂന്നാമത്തെ ഷെൽ വരയ്ക്കേണ്ടതില്ല. എന്നാൽ ക്ലോറിൻ്റെ കേസിൽ 3 ഷെല്ലും അവിടെ തന്നെ വേണം. കാരണം ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിലോട്ടാണ് അതിനെ സ്വീകരിക്കുന്നത്. അവിടെ ഓൾറെഡി ഇപ്പോൾ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. സോഡിയം നൽകിയ ഇലക്ട്രോൺ അടക്കം 8 ഇലക്ട്രോണുകൾ ക്ലോറിൻ ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉണ്ട്. അപ്പോൾ ക്ലോറിനെ നമുക്ക് എങ്ങനെ എഴുതണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം, എന്നിട്ട് മൈനസ് ചാർജ് നൽകണം. ഇവിടെ സോഡിയം അയോണും ക്ലോറിൻ അയോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴിയാണ്, അതായത് വൈദ്യുത ആകർഷണ
ബലം കാരണമാണ് എന്തുണ്ടാകുന്നത്, ഇവിടെ ഒരു തന്മാത്ര രൂപപ്പെട്ടിട്ടുള്ളത്. അതായത് അയോണുകളുടെ രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇതിനെ അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ബോർ ആറ്റം മാതൃകയിലുള്ള കാര്യമായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഡോട്ട് ഡയഗ്രാം വരക്കണം. ഇവിടെ നോക്കൂ, സോഡിയം അയോണും Cl- അയോൺ ക്ലോറൈഡ് അയോണുമായിട്ടാണ് ഈ രണ്ട് ആറ്റങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കിടയിൽ ഒരു ആകർഷണ ബലം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, അതായത് വൈദ്യുത ആകർഷണ ബലം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ബന്ധനം നടന്നിട്ടുള്ളത്. ഇനി അയോണിക് ബോണ്ട് വന്ന് സോഡിയം അയോൺ, ദെൻ ക്ലോറിൻ അയോൺ, ഓക്കെ, ക്ലോറൈഡ് അയോൺ. ഓക്കെ, അടുത്തത് ഡോട്ട് ഡയഗ്രാം വരയ്ക്കാം നോക്കാം. ഡോട്ട് ഡയഗ്രത്തിൽ ബാഹ്യധമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ ഡോട്ട് രൂപത്തിൽ അടയാളപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം സോഡിയം ആറ്റത്തിന് എഴുതുന്നു. ദെൻ അതിൻ്റെ ബാഹ്യധമ ഷെല്ലിൽ ഒരേ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതിനെ അടയാളപ്പെടുത്തി. ദെൻ അതിനോട് ചേർന്നുകൊണ്ട് ക്ലോറൈഡ് അയോണാണ്. അപ്പോൾ ആദ്യം ക്ലോറിൻ ആറ്റം സോഡിയം ആറ്റവും നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സോഡിയം ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ ഉണ്ട് ബാഹ്യധമ ഷെല്ലിൽ, ക്ലോറിൻ ആറ്റത്തിന് 7 ഇലക്ട്രോണും. ദെൻ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിന് നൽകുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് വന്നു. ദെൻ ക്ലോറൈഡിന് ഇപ്പോൾ 8 ഇലക്ട്രോണുകൾ, അപ്പോൾ 8 ഡോട്ട് വേണം. ഉൽപ്പന്നത്തിൻ്റെ കേസിൽ ആരോ മാർക്കിന് ശേഷം എഴുതുന്ന ക്ലോറിനിൽ 8 ഇലക്ട്രോണും സോഡിയത്തിൽ ഒരു പ്ലസ് ചാർജുമാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് സോഡിയം ക്ലോറൈഡ് തന്മാത്രയുടെ ഡോട്ട് ഡയഗ്രാം. സോഡിയം ക്ലോറൈഡ് തന്മാത്ര ഉണ്ടാകുന്നതിൻ്റെ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത് നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ കേസിൽ 2 ഇലക്ട്രോണാണ് ബാഹ്യധമ ഷെല്ലിൽ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ. ഓക്സിജൻ ആണെങ്കിൽ 6 ഇലക്ട്രോണാണ്. അപ്പോൾ 2 ഇലക്ട്രോണിനെ അങ്ങോട്ട് നൽകി കഴിഞ്ഞാൽ ഓക്സിജൻ്റെ കേസിൽ 8ഉം മഗ്നീഷ്യത്തിനും ബാഹ്യധമ ഷെല്ലിൽ 8 ഇലക്ട്രോണും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കതിന് എഴുതുമ്പോൾ 2 ഇലക്ട്രോണിനെ നൽകിയത് കൊണ്ട് 2+ എന്നാണ് ചാർജ് എഴുതേണ്ടത്. സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്ത് നമ്മൾ എഴുതേണ്ടത് 2+ ആണ്. ഓക്സിജൻ്റെ കേസിൽ 8 ഇലക്ട്രോണുകൾ 8 ഡോട്ടുകളായിട്ട് എഴുതുകയും വേണം. അപ്പോൾ ഇതാണ് ഡോട്ട്